മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ച കത്ത് ഹാജരാക്കണമെന്ന് സോളാർ കമ്മീഷൻ സരിതയോട് ആവശ്യപ്പെട്ടു. കമ്മീഷന് മുന്നിൽ സരിത 15-ാം തീയതി ഹാജരാകണം. കമ്മീഷന് മുന്നിൽ സരിത ഇന്ന് മൊഴി നൽകിയില്ല. അസുഖമായതിനാലാണ് മൊഴി നൽകാനാവാത്തതെന്ന് സരിത സോളാർ കമ്മീഷനെ അറിയിച്ചു. ശാരീരികവും മാനസികവുമായ അസുഖങ്ങൾ കാരണം ഇന്ന് മൊഴിയെടുക്കുന്നത് മാറ്റിത്തരണമെന്നാവശ്യപ്പെട്ടായിരുന്നു സരിതയുടെ അഭിഭാഷകൻ സോളാർ കമ്മീഷന് എത്തിയത്. കമ്മീഷന് കാലാവധിയുണ്ടെന്നും അതിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ടെന്നും അതിനാൽ സരിതയുടെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നുമായിരുന്നു കമ്മീഷന്റെ നിലപാട്. സരിതയുടെ കുട്ടി തിരുവനന്തപുരം ആശുപത്രിയിലാണെന്നും ഈ ഒരു മാനസികാവസ്ഥയിൽ സരിതയുടെ വിസ്താരം മാറ്റണമെന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 15-ലേക്ക് സരിതയെ വിസ്തരിക്കുന്നത് കമ്മീഷൻ മാറ്റി. ഇന്ത്യൻ ലോയേഴ്സ് യൂണിയൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സരിത നേരത്തെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിക്കാണിച്ച കത്തും അന്നേ ദിവസം ഹാജരാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ ബിജു രാധാകൃഷ്ണൻ ഉണ്ടെന്ന് പറഞ്ഞ CD കള്ളമാണെന്നും ഇനി ബിജു ഹാജരാക്കുന്നത് കൃത്രിമമായി നിർമ്മിച്ച CD ആയിരിക്കുമെന്നും സരിത പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബിജു രാധാകൃഷ്ണന്റെ CD എന്ന് പറയുന്ന സംഭവം അങ്ങനൊരു സംഭവം ഇല്ല. ഒരു കാര്യം നടക്കാത്തൊരു കാര്യം ഒരിക്കലും ഒരു CD-യിൽ ഉണ്ടാവാൻ വഴി, അല്ലെങ്കിൽ അയാൾ അത് ക്രിയേറ്റ് ചെയ്തായിരിക്കണം. ഒരിക്കലും എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മളൊക്കെ പിതൃതുല്യർ എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്തൊന്നും സംസാരിക്കുന്നതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. പക്ഷേ ഒരു കമ്മീഷനിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. സോളാർ കേസിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കുന്നതോ ജയിലിൽ കഴിയുന്നതോ അല്ലാത്ത സരിത എസ് നായരെ മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതും മാധ്യമങ്ങൾ സരിതയുടെ ദൃശ്യം പകർത്തുന്നതും തടയാനായി വൻ പോലീസ് സന്നാഹത്തെയാണ് സോളാർ കമ്മീഷൻ പരിസരത്ത് നിയോഗിച്ചിരുന്നത്.